അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമ്മുടെ സെൻട്രിനെ വെച്ചിട്ട് ഇൻകേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കേട്ടപ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, MCUവിൽ ഈ ഇൻകേഷൻസിനൊക്കെ തടയാൻ മാത്രം അത്രയ്ക്കും സൂപ്പർ ഓവർബോർഡാണോ സെൻട്രി എന്നൊക്കെ അല്ലേ? ആക്ച്വലി ഇങ്ങനൊരു കാര്യം ഞാൻ ചുമ്മാറങ്ങ് തള്ളി വിട്ടതല്ല. ഇപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്ന ലീക്സ്. ഐ മീൻ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ കുറിച്ചിട്ട് മൈ ടൈം ടു ഷൈൻ ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസൈഡർ വന്നിരിക്കുന്ന ലീക്സാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരുപാട് പേര് ഒരുപാട് കാരണങ്ങൾ തള്ളിവിടും, അങ്ങനെ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോയെന്നല്ലേ? ആക്ച്വലി ഈ മൈ ടൈം ടു ഷൈൻ ഹലോ അങ്ങനെ ചുമ്മാതൊന്നും പറയാറില്ല. ഇവർ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ലീക്സും പ്ലോട്ട് ലീക്സൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടവരാണെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങളാണ് റിലീസാവുന്ന പടങ്ങൾ വന്നിട്ടുള്ളതും. സോ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നും ഈ സെൻട്രി എങ്ങനെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതെന്നും നമ്മുടെ കുറച്ച് തിയറീസും കോമിക്സിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി റീസെൻ്റായിട്ട് വേറെയും കുറച്ച് ലീക്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡൂംസ്ഡേയുടെ പ്ലോട്ട് ലീക്ക്, പിന്നെ വാണ്ട റിട്ടേൺ ആകാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ സെൻട്രിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഇതുവരെ കറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇതിനു മുമ്പ് ഇപ്പം നടന്നിരിക്കുന്ന ഈ മൈ ടൈം ടു ഷൈൻ ഹലോയുടെ ലീക്കിന് തൊട്ട് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് അങ്ങനെ ചാൾസ് മർഫി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഇൻസൈഡർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെൻട്രിനെ ഇതുവരെ നമ്മൾ മാർവലിൽ ഒരു ഹീറോസിനെയും കാണിക്കാത്ത പോലെ ഒരു രീതിക്കായിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന്. അതും പുള്ളി എത്രത്തോളം ഹൈപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇങ്ങനൊരു ക്യാരക്ടറിനെ മാർവൽ കാണിച്ചിട്ടില്ലെന്നാണ് പുള്ളി സെൻട്രിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇയാൾ ഇത്രയ്ക്കൊക്കെ പൊക്കി അടിക്കുന്നുണ്ടല്ലോ, അങ്ങനെ അതിന് മാത്രം എന്താണ് സെൻട്രി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മൈ ടൈം ടു ഷൈൻ ഹലോയുടെ ഇപ്പോൾ ഈ ലീക്ക് വന്നിരിക്കുന്നത്. അതിന് പുള്ളി പറഞ്ഞിരിക്കുന്ന ലീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രി ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ദ ഇൻകോഷൻ ഇൻ വൺ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരൊറ്റ ലൈൻ മാത്രമാണ് ആ ഇൻസൈഡർ പറഞ്ഞിരിക്കുന്നത്. ഐ മീൻ എന്താണ് നടക്കാൻ പോകുന്നത്, എന്തായിരിക്കും കഥ, എങ്ങനെയാണ് സെൻട്രി അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോട്ടുണ്ടാവും, ഐ മീൻ ഇത് കേട്ടപ്പോൾ ഇനി സെൻട്രിയും പുള്ളിയുടെ ഫുൾ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇനി നമ്മുടെ എർത്തിനെ തന്നെ മൊത്തം മൂവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ ഒരു ലീക്ക് അനുസരിച്ചിട്ട് സെൻട്രിനെ വെച്ചിട്ട് എന്തോ ഒരു വലുതായിട്ട് അതിൽ ചെയ്യാൻ വേണ്ടി പോവാണ് ഡൂംസ്ഡേയിൽ. ഇനി സെൻട്രി ഈ പ്ലാനറ്റിനെയൊക്കെ മൂവ് ചെയ്യാൻ മാത്രം അത്രയും പവർഫുൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ആണ്, പക്ഷെ അത്രത്തോളം പവർഫുള്ളായിട്ട് ഈ മൂവീസിലൊന്നും കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ടിപ്പിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഇൻകേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എർത്തുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ്. ഐ മീൻ ഈ യൂണിവേഴ്സിൻ്റെ തന്നെ സെൻറ്റർ എന്ന് പറയുന്നത് എർത്താണ്. ഈ എർത്തുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അതിനുശേഷമാണ് മൊത്തം യൂണിവേഴ്സുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻകേഷൻസ് നടക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള ഭൂമിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഇൻകേഷൻസ് തന്നെ ഇല്ലാതാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സീക്രട്ട് വാർ കോമിക്സിലും നമ്മുടെ അവഞ്ചേഴ്സ്, ഐ മീൻ നമ്മുടെ എർത്ത് 616 ഹീറോസ് നമ്മുടെ 838 അൾട്ടിമേറ്റ് യൂണിവേഴ്സിൻ്റെ എർത്ത് നശിപ്പിക്കാൻ പോകുന്നത് അവർ തിരിച്ച് നമ്മുടെ എർത്ത് നശിപ്പിക്കാൻ വരുന്നതൊക്കെ കോമിക്സിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സംഭവം തന്നെയാണ് ഇതിൽ, ഐ മീൻ ഇപ്പോൾ വരാൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമ്മുടെ എക്സ്മെൻസ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്മെൻസ് ഓൾറെഡി തന്നെ യൂണിവേഴ്സുകളിൽ പോയിട്ട് അവരുടെ എർത്തുമായിട്ട് കൊളൈഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ യൂണിവേഴ്സുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ അവർക്ക് ഓപ്പോസിറ്റ് വരുന്ന യൂണിവേഴ്സുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലോട്ട് ലീക്കിൽ നമ്മുടെ ടോബി മെഗുവയറുടെ യൂണിവേഴ്സ് വരെ ഈ എക്സ്മെൻസ് നശിപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സെൻട്രിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തണ്ടർബോൾട്സ് പടത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മൊത്തം വേൾഡിനെ തന്നെ നമ്മുടെ വോയിഡ് ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തണ്ടർബോൾട്സ് പുള്ളിയുടെ മൈൻഡിനുള്ളിൽ കയറിയിട്ട് ഐ മീൻ അന്യനായിക്കൊണ്ടിരുന്ന നമ്മുടെ സെൻട്രിനെ വീണ്ടും അമ്പിയാക്കിയിട്ട് ഐ മീൻ നോർമൽ ബോബാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അതിനുശേഷം പുള്ളി സെൻട്രി ആയിട്ട് മാറാതെ ബോബായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിന് മുമ്പ് വേറെയും കുറച്ച് ലീക്സ് ഉണ്ടായിരുന്നു. അതായത് എന്തായാലും നമ്മുടെ അവഞ്ചേഴ്സ് ആൻഡ് ന്യൂ അവഞ്ചേഴ്സൊക്കെ പല പല ടീമായിട്ടായിരിക്കും പിരിഞ്ഞ് ഈ ഇൻകേഷനെ കുറിച്ചൊക്കെ തടയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു ടീം ഓഫ്കോഴ്സ് ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് എക്സ്മെൻ വേഴ്സസ് അവഞ്ചേഴ്സുള്ള ആ ഫൈറ്റ് നടക്കുന്നത്. അങ്ങനെ ആ ടീമിൽ നമ്മുടെ സെൻട്രി ഐ മീൻ ഈ ബോബും ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് എങ്ങനെയാണോ നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മുടെ സ്കാർലെറ്റ് വിച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വാണ്ടേനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്, ഐ മീൻ ആ സ്കാർലെറ്റ് വിച്ചിൻ്റെ പിടിയിൽ നിന്ന് വാണ്ടേനെ നമ്മുടെ പ്രൊഫസർ എക്സ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്, അതേപോലെ പ്രൊഫസർ എക്സ് സെൻട്രിയുടെ മൈൻഡിൽ കയറിയിട്ട് നമ്മുടെ ബോബിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ആ വോയിഡിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ പുള്ളി അത് ചിലപ്പോൾ സക്സീഡായിട്ട് ചിലപ്പോൾ നമ്മുടെ വോയിഡിൻ്റെ പുറത്ത് വന്നിട്ട് ഐ മീൻ വോയിഡിൻ്റെ പിടിയിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ബോബ് തന്നെ സെൻട്രിയുടെ മൊത്തം കൺട്രോൾ എടുക്കുന്ന പോലെയും അങ്ങനെ പുള്ളി ഈ ഇൻകേഷൻ തടയുന്ന പോലെയും ഐ മീൻ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയും കാണിക്കാം. ആക്ച്വലി ഈ ലീക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ സെൻട്രി പുള്ളിയുടെ കൈ കൊണ്ട് പവർഫുള്ളായി മാറിയിട്ട് എർത്തിനെ തന്നെ തള്ളി മാറ്റിയിട്ട് ഇൻകേഷനെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെ വിചാരിച്ചോ? ആക്ച്വലി ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന വേറെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ എക്സ്മെൻ യൂണിവേഴ്സിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഗ്നീറ്റോ പുള്ളിക്ക് മൊത്തം മെറ്റലിനെ കൺട്രോൾ ചെയ്തിട്ട് എക്സ്മാൻ അപ്പോക്കലിപ്സിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൊത്തം വേൾഡിനെ തന്നെ പുള്ളി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ. അങ്ങനെ പുള്ളിക്ക് വേണമെങ്കിൽ ആ നമ്മുടെ എർത്ത് 616 അത് വെച്ച് നശിപ്പിച്ചിട്ട് പുള്ളിയുടെ എർത്തിനെ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഇനി അതും പോരായിട്ട് ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കുരുട്ടുണ്ട്. ആ കുരുട്ടിന് ചത്തവരെ വരെ ജീവിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് പുള്ളിയുടെ അമ്മേനൊക്കെ വീണ്ടും പുനർജനിപ്പിച്ച് കൊണ്ടിരുന്നൊക്കെ. മാത്രമല്ല ആ കൊച്ചുരുപ്പാണ് നമ്മുടെ സീക്രട്ട് വാർസിൽ വീണ്ടും ഐ മീൻ മൊത്തം ബാറ്റിൽ വേൾഡ് നശിച്ചതിന് ശേഷം
വീണ്ടും യൂണിവേഴ്സുകളെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീഡ് റിച്ചർഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ. ഹെൽപ്പ് എന്നല്ല, പുള്ളി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. റീഡ് റിച്ചർഡ്സ് ആണ് ആ ചെറുക്കനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ മൊത്തം മാർവൽ യൂണിവേഴ്സിൽ തന്നെ ഒട്ടുമിക്ക വൺ ഓഫ് ദ പവർഫുൾ ഹീറോ ആയിട്ടുള്ളത് നമ്മുടെ സെൻട്രിയാണ്. അതായത് ഇതിന് മുമ്പ് നിങ്ങൾ ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം ഇങ്ങനെയുള്ള പടങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കൂ, അതിൽ വില്ലനെ ഓവർ പവർഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹീറോനെ സിമ്പിളായിട്ട് അടിച്ചിരുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻഫിനിറ്റി വാറിലാണെങ്കിൽ നമ്മുടെ താനോസ് കൂളായിട്ട് ഹൾക്കിനെ അടിച്ചിരുന്ന പോലെയും, അതേപോലെ തന്നെ എൻഡ് ഗെയിമിൽ നോർമൽ വെർഷൻ ഓഫ് നമ്മുടെ താനോസ് നമ്മുടെ തോറിനെ, അതൊരു മിയോണറും സ്ട്രോം ബ്രേക്കുള്ള രണ്ട് വെപ്പൺസ് ഉള്ള തോറിനെ അടിച്ചിരുന്ന പോലെയും കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതേപോലെ ഇവിടെ നമ്മുടെ സെൻട്രീനെ യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ സൂപ്പർ ഓവർപവർഡ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം സെൻട്രിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡൂം ആദ്യം ഇല്ലാതാക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പോൾ സെൻട്രീനെ ആയിരിക്കും. അങ്ങനെ സെൻട്രീന്നായിരിക്കും ബാക്കിയുള്ളതിലൊക്കെ പുള്ളി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സെൻട്രി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൂമിനെ ഒരു വിധത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷേ പുള്ളിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫീറ്റ് ചെയ്യുന്ന പോലെ എന്തായാലും കാണിക്കില്ലല്ലോ. അങ്ങനെ സെൻട്രിയും ഡൂമും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മുടെ തോറും ഹൾക്കും തമ്മിലൊക്കെ താനോസുമായിട്ടുണ്ടായ ആ ഫൈറ്റ് അതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഒരു അപ്പർ ഹാൻഡ് നമ്മുടെ സെൻട്രിക്ക് ഉണ്ടാവുന്ന പോലെ കാണിച്ചെങ്കിലും പിന്നെ കൂളായിട്ട് ഡൂം ഡിഫീറ്റ് ചെയ്യുന്ന പോലെ കാണിക്കും. ഒരു പക്ഷേ ഇതിൽ നമ്മുടെ സെൻട്രിയുടെ പവേഴ്സ് വളരെയധികം ടോൺ ഡൗൺ ചെയ്തിട്ട് സീക്രട്ട് വാർസിലായിരിക്കും പുള്ളിയുടെ മൊത്തം പവർ തന്നെ ചിലപ്പോൾ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുമ്പ് വേറെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡൂം നമ്മുടെ എല്ലാ ഹീറോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിപ്പിച്ചിട്ട് അവരൊക്കെ കൊന്നതിന് ശേഷം അവരുടെയൊക്കെ പവേഴ്സ് നമ്മുടെ ഡൂം പുള്ളിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെ നമ്മുടെ സെൻട്രിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് സെൻട്രിയുടെ മൊത്തം എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ആ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നും പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി സെൻട്രി അത്രയ്ക്കും പവർഫുൾ ആണോയെന്ന് ചോദിച്ചാൽ ആണ്. 10 മില്യൺ എക്സ്പ്ലോഡിങ് സണ്ണിൻ്റെ പവേഴ്സാണ് പുള്ളിയുടെ ഉള്ളിലുള്ളത്. സോ മേ ബി പോസിബിൾ. ചിലപ്പോൾ സെൻട്രിനെ മാത്രമല്ല, സെൻട്രിനെ പോലെ വേറെയും പവർഫുൾ ആയിട്ടുള്ള ഹീറോസിനെയൊക്കെ കൊന്നിട്ട് അവരുടെ പവേഴ്സൊക്കെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡൂം പുള്ളിയുടെ ആ ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനൊരു പവർ സോഴ്സ് ആയിട്ട് വെക്കാൻ വേണ്ടി പോകുന്നതും. ഇതൊന്നും അല്ലാതെ വേറെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അതായത് ഇതൊന്നും അല്ലാതെ നമ്മുടെ ഡൂം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുള്ളിയുടെ ആ മൊത്തം ബാറ്റിൽ വേൾഡിന് തന്നെ ഒരു പവർ സോഴ്സ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെൻട്രി ആണെന്നാണ്. അതായത് സെൻട്രിനെ വെച്ചിട്ടാണ് പുള്ളിയുടെ ആ ബാറ്റിൽ വേൾഡിന് തന്നെ ഡോക്ടർ ഡൂം പവറപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഇങ്ങനെ ബേസ് ചെയ്തിട്ട് സെൻട്രിയുടെ ഒരു കോൺസെപ്റ്റ് ആർട്ട് ഒരുപാട് ലീക്കായിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം സീക്രട്ട് വാർ കോമിക്സിൽ ഇതേപോലെ 2 പവർ സോഴ്സ് വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഡോക്ടർ ഡൂം. അതായത് മൊത്തം ആ ബാറ്റിൽ വേൾഡിന് പവർ കൊടുക്കുന്ന പോലെ ഒരാളെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അത് വേറെ ആരുമല്ല, നമ്മുടെ മോളിക്യൂൾ മാനാണ്. മാത്രമല്ല ഈ മൊത്തം ബാറ്റിൽ വേൾഡിൻ്റെ സണ്ണായിട്ട് അതിൻ്റെ സൂര്യനായിട്ട് നമ്മുടെ ഡോക്ടർ ഡൂം യൂസ് ചെയ്തിട്ടുണ്ടാവുക ഹ്യൂമൻ ടോർച്ചിനെയാണ്. അതായത് നമ്മുടെ ജോണി സ്റ്റോമിനെയാണ് ഒരു സണ്ണാക്കി മാറ്റിട്ട് തന്നെ ആ ബാറ്റിൽ വേൾഡിൽ വെച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സംഭവം ഇവിടെ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെൻട്രീനെയും അത്രയ്ക്കൊരു പവർ സോഴ്സ് പോലെ നമ്മുടെ ഡോക്ടർ ഡൂം യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ആക്ച്വലി ഇതൊക്കെ വിട്ടിട്ട് ഇനി നമ്മൾ പഴയ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതായത് ഈ പവേഴ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ സെൻട്രി ഈ ഇൻക്വേഷനൊക്കെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തുടക്കത്തിൽ നമ്മുടെ ഈ ഡോക്ടർ ഡൂമിനും ഇൻക്വേഷനെ തടുക്കുന്നതന്നെയാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ജോലിയും. ഈ ഇൻക്വേഷൻ കാരണം പുള്ളി തടയാൻ ശ്രമിച്ചിട്ട് പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ ഫാമിലി തന്നെ നഷ്ടപ്പെട്ട് ഇതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് മൾട്ടിവേഴ്സൽ ലെവലിൽ പുള്ളി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെ ആയിരിക്കും റൂമേഴ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ സെൻട്രിയെ കൊണ്ട് ഈ ഇൻക്വേഷനെ തടയാൻ പറ്റുമെങ്കിൽ ഓഫ്കോഴ്സ് സെൻട്രിനെ തേടി എന്തായാലും ഡൂം വരാതിരിക്കുമോ. ഇവനാൾ കൊള്ളാലോ, ഇവനെ വെച്ച് നമുക്ക് ഇൻക്വേഷനെ തടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവനെ വെച്ചിട്ട് ഇവൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഡൂം വരാലോ. അതിന് ശേഷമായിരിക്കും എന്തൊക്കെ ചെയ്താലും ഇൻക്വേഷനിൽ നിന്ന് ആർക്കും തടുക്കാൻ പറ്റില്ലെന്നുള്ള ആ ഒരു സത്യം നമ്മുടെ ഡോക്ടർ ഡൂം മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഇൻക്വേഷൻസ് ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് പുതുതായിട്ട് നമുക്ക് ആവശ്യമുള്ള വേറെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും പവർ സോഴ്സ് ഉള്ള ഇവനൊക്കെ വെച്ചിട്ട് പുതുതായിട്ടൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തെന്ന് നമ്മുടെ ഡോക്ടർ ഡൂം വിചാരിച്ചിട്ടുണ്ടാവും. സ്വാഭാവികം. സത്യം പറയുകയാണെങ്കിൽ എന്തൊക്കെ നടക്കാൻ പറ്റും എന്തൊക്കെ നടക്കില്ല എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഗസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. എന്തൊക്കെ നടക്കുന്നു പടം ഇറങ്ങിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന റൂമേഴ്സൊന്നും സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം ഈ റൂമേഴ്സൊക്കെ ഒഫീഷ്യൽ ഇൻസൈഡേഴ്സ് വഴിയായിരിക്കും നമുക്ക് പുറത്ത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ആ വിട്ടിരിക്കുന്ന റൂമേഴ്സൊക്കെ പടത്തിൽ വരുമെന്ന് ഡൗട്ടാണ്. കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ തന്നെ ഒരുപാട് ഫേക്ക് സ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ റൂസോ ബ്രദേഴ്സ് ഉണ്ടാക്കിയത്. അങ്ങനെ അതിൽ ഒന്ന് മാത്രമാണ് ഇവർ ഒറിജിനലായിട്ട് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇത്രയും ഹൈപ്പിൽ വരാൻ വേണ്ടി പോകുന്ന ഈ ഡൂംസ്ഡേ പോലത്തെ ഒരു പടത്തിന് ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ റൂസോ ബ്രദേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ ഓഡിയൻസിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇവന്മാർ പടത്തിൽ ട്രെയിലറിലൊന്നും കാണിച്ചിട്ടുള്ള കാര്യങ്ങളേ ആയിരിക്കില്ല ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ഓൾറെഡി ഇൻഫിനിറ്റി വാറിലും എൻഡ് ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പടത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്തൊക്കെയാണ് ഇതിൽ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് പടം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.